ഏറ്റുമാനൂർ മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 7 ലോക്കൽ ബോഡി ഉണ്ട്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തുമാണുള്ളത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ UDF ആണ് ഫ്രണ്ടിലുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 47,175 38% വോട്ട് നേടിയപ്പോൾ LDFന് കുറവാണ്. 5,000-6,000 വോട്ട് കുറവാണ്. 42,000 വോട്ടേ ഉള്ളൂ. NDA 14%, 20,000-ഓളം വോട്ട് നേടി. അതേഴ്സ് 15,000 വോട്ട് ഉണ്ട് മറ്റുള്ളവർക്ക്. മെമ്പർമാർ നോക്കിയാൽ 73 UDFനുണ്ട്, LDFന് 43, NDA 21, അതേഴ്സ് 11. നമ്മൾ മത്സരിക്കുന്നവരുടെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് സിറ്റിംഗ് MLA VN വാസവനാണ്, മന്ത്രി. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹമാണ് മത്സരിക്കുന്നത് ഏറ്റുമാനൂർ. കോൺഗ്രസിന് വേണ്ടി നാട്ടകം സുരേഷ്. ഇത് 2020-ക്കാണ് BJP കൊടുത്തിരുന്ന സീറ്റ്. ആതിരാടി നായർ ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്ററാണ്, ചെറുപ്പക്കാരിയാണ് മത്സരിക്കുന്നത്. അപ്പം അത് BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 2020-ക്ക് വരുമ്പോൾ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടും. അതുമല്ല ആതിര നല്ലൊരു വൈറലായി സോഷ്യൽ മീഡിയയിൽ തരംഗമായത്. അപ്പം പുതിയ ജനറേഷൻ വോട്ടർമാരെ അട്രാക്ട് ചെയ്യാനുള്ളൊരു കഴിവുകൂടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആതിര നല്ലപോലെ വോട്ട് പിടിക്കുക, അത് കൂടുതലും പിടിക്കുക LDFന്റെ ക്യാമ്പയിനാണ്. LDFന്റെ ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് LDFന്റെ വോട്ട് കുറയും, BJPയുടെ വോട്ട് കൂടും നല്ലപോലെ. UDF UDFന് അനുകൂല ട്രെൻഡ് ഉള്ളത് കൊണ്ട് അത് നിലനിർത്തും എന്നാണ് വിചാരിക്കുന്നത്. കാരണം കൂടുതലും വോട്ടുണ്ട് ഏറ്റുമാനൂര്, കൂടുതൽ മെമ്പർമാർ UDFനുണ്ട്. അതുകൊണ്ട് UDF ആ ട്രെൻഡ് നിലനിർത്തും. BJPക്ക് 21 മെമ്പർമാർ ഇത്ര 20,000 വോട്ട് ചെയ്ത് ഒരു 10,000 വോട്ടൊക്കെ 30,000 35,000 വോട്ടോളം കൂടും. അത് കൂടുതലും പോകുന്നത് LDFന്റെ വോട്ടുകളിൽ നിന്നാണ്. കാരണം ഈ 15,000 വോട്ട് സ്വതന്ത്രം ഇവിടെ കിടപ്പുണ്ട്. കുറച്ച് പാർട്ടി സ്വതന്ത്രമാവാം, എന്നാലും മുന്നണിയിൽ ഇല്ലാത്തവർ കുറച്ചൊരു മത്സരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഇത് കാണുമ്പോൾ UDFന് അനുകൂലമായിട്ട് ട്രെൻഡാണ്. ഇത്തവണ VN വാസവൻ തൂക്കുമെന്നാണ് എൻ്റെ ഒരു സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു ജനവികാരം ഉണ്ടെന്നാണ് പൊതുവെ. മന്ത്രിമാർക്കെതിരെ കൂടുതൽ ഭരണവിരുദ്ധത വികാരം ഉണ്ടാവും. അപ്പോൾ ഏറ്റുമാനൂര് UDF എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ചിലപ്പം ഒരു അട്ടിമറിയിലൂടെ BJP 2020 അവിടെ 2ാം സ്ഥാനം എത്താനുള്ള സാധ്യതയുണ്ട്. LDF 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒന്ന് കാരണം പുതിയ കാൻഡിഡേറ്റ് 2020-യുടെ സാധ്യത നമുക്കറിയത്തില്ല. എന്നാലും പൊതുവെ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും ആ ട്രെൻഡുകളും വെച്ചിട്ട് നമ്മുടെ ഒരു അനാലിസിസ് ആണ്. ഇപ്പോൾ UDF ഫസ്റ്റ്, BJP സെക്കൻഡ്, LDF തേർഡ്. സെക്കൻഡും തേർഡും തമ്മിൽ ചെറിയ മാർജിൻ്റെ വ്യത്യാസം കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും.